أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ഏറെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരിമാരെ, ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളുടെ ഹൃദയത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്ന തവക്കുൽ, അള്ളാഹുവിലുള്ള തവക്കുൽ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന എല്ലാ ചീത്ത ചിന്തകളെയും അകറ്റുന്ന, ബുദ്ധിമുട്ടുകളെ നീക്കിക്കളയുന്ന, വളരെ മനോഹരമായ ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു യൂസുഫ്. 12ാമത്തെ അധ്യായമായ സൂറത്തു യൂസുഫിൻ്റെ തഫ്സീർ പഠന ക്ലാസ്സിലെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ ആയത്ത് വരെ കവർ ചെയ്തിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് 4ാമത്തെ ആയത്ത് മുതൽ, ഈ ഒരു ആയത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഥ തുടങ്ങുന്നത്. ആ ഒരു കഥാവിവരണം സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ ആയത്ത് മുതലാണ്. വളരെ മനോഹരമായ ഒരു രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഹ്സനുൽ ഖസസ് എന്ന് വിശേഷിപ്പിച്ച യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ നമ്മളോട് വിവരിച്ച് നൽകുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നരേറ്റീവ് സ്റ്റൈലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു. അതായത് എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി അവരെ ഞാൻ കണ്ടു. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം. ഇദ് ഖാല പറഞ്ഞ സന്ദർഭം, യൂസുഫ് ലി അബീഹി യൂസുഫ് അദ്ദേഹത്തിൻ്റെ പിതാവിനോട്, യാ അബതി എൻ്റെ പ്രിയപ്പെട്ട പിതാവേ അല്ലെങ്കിൽ എൻ്റെ പിതാവേ, ഇന്നി റഅയ്തു നിശ്ചയമായും തീർച്ചയായും ഞാൻ കണ്ടു. റഅയ്തു എന്ന പദം ഇവിടെ സ്വപ്നം കണ്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. 11 11 കൗകബൻ നക്ഷത്രത്തെ, വശംസ വൽ ഖമർ സൂര്യനെയും ചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ റഅയ്തുഹും അവരെ ഞാൻ കണ്ടു, ലീ എനിക്ക്, സാജിദീൻ സുജൂദ് ചെയ്യുന്നവരായിട്ട്. നമുക്ക് ഈ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വാപ്പാൻ്റെ അടുക്കലേക്ക്, യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു സംഭാഷണം, ആ ഒരു കോൺവെർസേഷനിലൂടെയാണ് ഈ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നമുക്കും വിവരിച്ച് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു സന്ദർഭം കൊണ്ടാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം
മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ്റെ മകനായ മാന്യൻ, ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബിൻ്റെ മകൻ യൂസുഫ്. മനുഷ്യരിൽ വച്ച് ഏറ്റവും മാന്യൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ് യൂസുഫ് അലൈഹിസ്സലാമാണ് ഏറ്റവും മാന്യൻ. കാരണം നമ്മളിപ്പോൾ വായിച്ച ഹദീസ് തന്നെ അത്രയും പവിത്രമായ ഒരു വംശാവലി ഉള്ളത് കൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാമാണ് ഏറ്റവും മാന്യൻ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പിതാക്കന്മാരെല്ലാവരും പ്രൊഫറ്റ്സ് ആയിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വളരെ പവിത്രമായിട്ടുള്ളൊരു വംശാവലിയാണ് യൂസുഫ് അലൈഹിസ്സലാമയുടെ. എന്തൊരു മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കഥാവിവരണം ആരംഭിക്കുന്നത് അല്ലേ. അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു മഹത്തരമായ ഒരു മാന്യമായ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ അള്ളാഹു സ്റ്റാർട്ട് ചെയ്യണത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെയും കുടുംബം. അപ്പോൾ നബി യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പുത്രനാണ് യൂസുഫ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിന് വേറൊരു പേരാണ് ഇസ്രായേൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ നിന്നാണ് ബനി ഇസ്രായേൽ എന്ന വംശം രൂപം കൊണ്ടത്. ഈ കാലഘട്ടത്തിലൊക്കെ യാക്കൂബ് അലൈഹിസ്സലാം മക്കളും കുടുംബവും ഫലസ്തീനിൽ ഷാം എന്ന പ്രദേശത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. യൂസുഫ് അലൈഹിസ്സലാം അപ്പോൾ വളരെ ചെറുപ്പമായിരുന്നു. ഒരു 9 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള ഒരു നിർമ്മല ഹൃദയനായ ഒരു ബാലൻ. യൂസുഫ് അലൈഹിസ്സലാമക്ക് 11 സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പൂർണ്ണ സഹോദരനും 10 ഹാഫ് ബ്രദേഴ്സും. അപ്പോൾ പൂർണ്ണ ബ്രദർ എന്ന് പറയുന്നത് ഒരു ഉമ്മയിൽ നിന്ന് തന്നെ. അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ഒരു വൈഫിൽ നിന്നുള്ള 2 മക്കൾ. മക്കളിലെ ഏറ്റവും ഇളയ മക്കളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ബ്രദർ ബെന്യാമിനും. പിന്നെ വേറെ ഉമ്മയിൽ നിന്നുള്ള മക്കളാണ് ബാക്കി 10 അർദ്ധ സഹോദരന്മാർ, ഹാഫ് ബ്രദേഴ്സ്. അപ്പോൾ ഈ ഒരു അവരുടെ കണക്ഷൻ നമ്മൾ ഈ കഥയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് മനസ്സിലാക്കൽ. ഇവരെല്ലാം തന്നെ ഈ നബി യാക്കൂബ് അലൈഹിസ്സലാമയുടെ മക്കളായിരുന്നെങ്കിൽ പോലും അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സ്വഭാവത്തിലും അഖ്ലാഖിലും അവരുടെ ചിന്തകളിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ വീടുകളിൽ നോക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾക്കിടയിൽ നമ്മുടെ ഓൺ ബ്ലഡാണെന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് നമ്മുടെ വ്യക്തിത്വങ്ങൾ വളരെയധികം പോളാർ ഓപ്പോസിറ്റ്സ് ആയിരിക്കും. നമ്മുടെ ടേസ്റ്റും ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നബിയുടെ മക്കളായിരുന്നാൽ പോലും അവരിലും ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം ഫിത്രയിൽ ആ ഒരു നാച്ചുറലി തന്നെ ശുദ്ധ സ്വഭാവമുള്ള വളരെ സൗമ്യത പാലിക്കുന്ന ഒരു അനുസരണശീലനായിട്ടുള്ള ഒരു മകനായിരുന്നു. അപ്പോൾ നാച്ചുറലി ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം, ആ ഒരു പ്രത്യേക സ്നേഹം യാക്കൂബ് അലൈഹിസ്സലാമിനും യൂസുഫ് അലൈഹിസ്സലാമിനോട് ഉണ്ടായിരുന്നു. ആ ഒരു അനുസരണശീലം കാരണം പിന്നെ പിതാവിനോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ കാരണം ആ ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ യാക്കൂബ് അലൈഹിസ്സലാമിനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആലോചിക്കണം, വളരെ ചെറിയൊരു പ്രായമല്ലേ. വേറൊരു കാര്യം നമുക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി അറിയുന്നത് എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം വളരെ ഭംഗിയുള്ള ഒരാളായിരുന്നു. അള്ളാഹു ഭംഗിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകിയ ഒരാളാണ് യൂസുഫ് അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ഭംഗി മൂലം യൂസുഫ് അലൈഹിസ്സലാമിന് ഒരുപാട് ഫിത്ന ഉണ്ടാകുന്നതുമൊക്കെ അല്ലേ. അപ്പോൾ ഇത്രയധികം സൗന്ദര്യം നൽകി അനുഗ്രഹിച്ചിട്ട് പോലും അതിൻ്റെ ഒരു കിബറോ അതിൻ്റേതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ചീത്ത ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ആ ഒരു ഗുണങ്ങൾ അതിനേക്കാളും ഭംഗി, ആ പുറമേയുള്ള ഭംഗിയിനേക്കാളും ആ സൗന്ദര്യത്തെക്കാളും ഭംഗിയുള്ള അഖ്ലാഖിനും ഹൃദയത്തിനും ഒരു വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. നാച്ചുറലി നമുക്ക് ഒരുപാട് ഭംഗിയുള്ള ഒരാളാണെങ്കിൽ അയാളിൽ അറിയാതെയെങ്കിലും ഒരല്പം കിബറെങ്കിലും വന്നു പോയേക്കാം. അപ്പോൾ തീരെ ഒട്ടും തന്നെ ഹൃദയത്തിൽ കിബറില്ലാതെ
അയാളുടെ ആ സൗന്ദര്യത്തിൽ അയാൾ ഒരുപാട് പ്രൗഡല്ലാത്തൊരവസ്ഥയിൽ, അത് വളരെ റെയറാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത ആ സൗന്ദര്യത്തേക്കാൾ ഒരുപാട് മടങ്ങ് സൗന്ദര്യമുള്ള ഒരു ഹൃദയവും അഖ്ലാഖുമായിരുന്നു യൂസുഫ് അലൈഹി സ്വലാമിന് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയത്. ഇത്രയും ചെറുപ്പത്തിലായിരുന്നൊരു സമയത്ത് തന്നെയാണ് യൂസുഫ് അലൈഹി സ്വലാം ഈ സ്വപ്നം കാണുന്നത്. വളരെ മഹത്തായിട്ടുള്ള പക്ഷേ വിചിത്രമായി തോന്നുന്ന ഒരു സ്പെഷ്യൽ സ്വപ്നം അല്ലേ? നമുക്ക് ഈ ആയത്തിൽ കാണാൻ കഴിയും. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ വാപ്പാൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഈ കാര്യം വളരെ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നതല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർ തമ്മിലുള്ള ആ ഒരു വണ്ടർഫുൾ ബോണ്ട്, ആ ഒരു ക്ലോസ് ബോണ്ടും നമുക്കിതിൽ കൂടെ അള്ളാഹ് പറഞ്ഞു തരാണ്. അവർ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാം ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടപ്പോൾ വാപ്പ അടുത്ത് എനിക്ക് പറയാം, വാപ്പ ഞാൻ പറയുന്നത് വിശ്വസിക്കും, വാപ്പ എനിക്ക് പറഞ്ഞു തരും ഇതിൻ്റെ അർത്ഥം. യൂസുഫ് അലൈഹി സ്വലാമിന് കുറേയൊക്കെ എന്തൊക്കെയോ മനസ്സിലായി, അതിനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് വാപ്പാനോട് പറയാനുള്ള തിടുക്കത്താൽ ചെന്ന് സംസാരിക്കുന്ന ആ ബ്യൂട്ടിഫുൾ കോൺവെർസേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും ചെറുപ്പം പ്രായത്തിൽ തന്നെ ആ ഒരു അവസ്ഥയിലായിരിക്കെ തന്നെയാണ് ഇത്രയും മഹത്തായ ഒരു സ്വപ്നം യൂസുഫ് അലൈഹി സ്വലാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ തുടക്കം സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു അതല്ലേ. അതൊരു സാധാരണ ബാലസ്വപ്നമൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പും ഭാവിയിലേക്കുള്ള മഹാപദ്ധതിയും സൂചിപ്പിക്കുന്ന ഒരു അടയാളമായിരുന്നു ആ സ്വപ്നം. ഈ സ്വപ്നത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത് യാക്കൂബ് അലൈഹി സ്വലാം ആയിരുന്നു അല്ലേ. യാക്കൂബ് അലൈഹി സ്വലാം ഓൾറെഡി ഒരു നബിയാണ്. യാക്കൂബ് അലൈഹി സ്വലാമിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം. അപ്പോൾ ആ സ്വപ്നം വിവരിച്ച് കൊടുത്തപ്പോൾ തന്നെ യാക്കൂബ് അലൈഹി സ്വലാമിന് കാര്യം പിടികിട്ടി. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റഅയ്തു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റഅയ്തു എന്ന് പറഞ്ഞാൽ ഇന്നി റഅയ്തു, നിശ്ചയമായും ഞാൻ കണ്ടു. പക്ഷേ റഅയ്തു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്വപ്നം കണ്ടു എന്നാണ്. റഅ എന്ന ക്രിയാരൂപത്തിന് പൊതുവിൽ വരുന്നൊരർത്ഥമാണ് കണ്ടു എന്നുള്ളത്. എന്നാൽ സന്ദർഭാനുസരണം അതിൻ്റെ അർത്ഥം മാറുന്നതാണ്. റുയ എന്ന് പറയുന്നത് റുയത്ത് അല്ലെങ്കിൽ റുയ, കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കാണ് റുയ എന്ന് പറയുന്നത്. ബുദ്ധി കൊണ്ടുള്ള കാഴ്ചക്ക് അല്ലെങ്കിൽ അഭിപ്രായം എന്നൊക്കെ അർത്ഥം വരുന്നത്, അങ്ങനെയുള്ള അഭിപ്രായം കണ്ടു, ബുദ്ധി കൊണ്ടുള്ള കാഴ്ച കണ്ടു എന്ന് പറയുന്നത് റഅയ് എന്നാണ്. സ്വപ്ന കാഴ്ചക്ക് പറയുന്നതാണ് റുയ. ഇവിടെ ഉദ്ദേശിക്കുന്നതും റുയ ആണ്, സ്വപ്ന കാഴ്ച. ഈ ആയത്ത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മഹത്തായ സ്വപ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്വപ്നങ്ങൾ 3 തരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മനസ്സിൻ്റെ സ്വാഭാവിക പ്രതിഫലനം, ഹദീസുൻ നഫ്സ്. നമ്മൾ എന്താണോ ആ ഒരു ദിവസത്തിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആഗ്രഹങ്ങളും ഭയങ്ങളും, അല്ലെങ്കിൽ റാൻഡമായിട്ട് നമ്മൾ ആരെങ്കിലും കുറിച്ച് ഒന്ന് സംസാരിക്കുകയോ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് സ്വപ്നത്തിൽ പ്രതിഫലിക്കും. അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് ആശയമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ സ്വപ്നം ശൈത്വാനിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. നമുക്ക് വിഷമമോ ഭീതിയോ ഭയമോ അങ്ങനെ ഭയങ്കര മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ ശൈത്വാനിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. ഇത്തരം സ്വപ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആരോടും പറയാതിരിക്കുക എന്നാണ് ഉത്തമം. ഇതിനെപ്പറ്റിയുള്ളൊരു ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മൂന്നാമത്തെ സ്വപ്നം അത് സത്യമായിട്ടുള്ള സ്വപ്നങ്ങളാണ്, ഇൽഹാം അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ.
അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇത്തരം സ്വപ്നങ്ങൾ. അപ്പോൾ ഒരുപാട് ഡീപ്പ് മീനിങ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സ്വപ്നമായിരിക്കും അത്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രം, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അത്തരം സ്വപ്നങ്ങൾ കാണാൻ കഴിയും. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. അദ്ദേഹം പറഞ്ഞു, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രം നിന്നോട് പ്രയോഗിച്ചേക്കാം. നിശ്ചയമായും പിശാച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമകനെ, ലാ തഖ്സുസ്, നീ കഥനം ചെയ്യരുത്, വിവരിക്കരുത്, റുയാക, നിൻ്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിൻ്റെ സഹോദരന്മാർക്ക്, ഫയക്കീദു, എന്നാൽ അവർ തന്ത്രം പ്രയോഗിക്കും, ലക, നിന്നോട്, കൈദ, വല്ല തന്ത്രവും. ഇന്ന ശൈത്താന, നിശ്ചയമായും തീർച്ചയായിട്ടും ശൈത്താൻ, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവൻ, ശത്രുവാകുന്നു, മുബീൻ, പ്രത്യക്ഷമായ, സ്പഷ്ടമായ. യൂസുഫ് അലൈഹിസ്സലാമയുടെ പിതാവിനോട്, യാക്കൂബ് അലൈഹിസ്സലാമയോട് യൂസുഫ് അലൈഹിസ്സലാമിന് സ്വപ്നം വിവരിച്ചു കൊടുത്തപ്പോൾ തന്നെ യാക്കൂബ് അലൈഹിസ്സലാമിന് മനസ്സിലായി ഇത് സാധാരണ ഒരു സ്വപ്നമല്ല. യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് വളരെ ഉന്നതമായൊരു പദവിയിലേക്ക് ഉയർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നുബൂവത്ത് നൽകാൻ പോവുകയാണെന്നൊക്കെയുള്ളൊരു ആ ഒരു യാത്രക്കുള്ള ഒരു തുടക്കമാണെന്നുള്ളത് യാക്കൂബ് അലൈഹിസ്സലാം മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്ന് യാക്കൂബ് അലൈഹിസ്സലാമിന് തോന്നി. അങ്ങനെ തോന്നുക മൂലം ശൈത്താൻ പ്രവർത്തിച്ച് അവർ വലിയ കുതന്ത്രങ്ങളും പ്രവർത്തിക്കുകയും അതുമൂലം യൂസുഫ് അലൈഹിസ്സലാം വലിയ കെണിയിലും അകപ്പെടുകയും ചെയ്യുമോ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെയാണ്, ആ ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം ഇവിടെ മകനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരന്മാർക്ക് ഈ സ്വപ്നത്തെക്കുറിച്ച് നീ വിവരിച്ച് നൽകരുത് എന്നുള്ള ഉപദേശം മകനോട് യാക്കൂബ് അലൈഹിസ്സലാം നൽകുന്നത്. ഈ ഒരു സ്വപ്നം കണ്ടപ്പോൾ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് മനസ്സിലായി ഇതൊരു സ്പെഷ്യൽ സ്വപ്നമാണെന്ന്. യൂസുഫ് അലൈഹിസ്സലാമിന് അത് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയും കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചെറിയ പ്രായത്തിലേ തന്നെ കൊടുത്തിരുന്നു. നമ്മളത് പ്രീവിയസ് ആയാൽ ഞാനത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമിന് ആ സ്വപ്നത്തിൻ്റെ എന്താണ് ആ സ്വപ്നം എന്നുള്ളത് വിവരിച്ച് കൊടുക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിൽ കണ്ട 11 നക്ഷത്രങ്ങൾ, അദ്ദേഹത്തിനുണ്ടായിരുന്ന 11 സഹോദരന്മാരെയും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ പൊരുൾ. ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസുഫ് അലൈഹിസ്സലാം കേവലം ഒരു ബാലൻ മാത്രമായിരുന്നു അല്ലേ. ആ കാലഘട്ടത്തിൽ ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായി തലകുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലുമൊക്കെ പതിവുണ്ടായിരുന്നൊരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉപചാരങ്ങൾക്കും സുജൂദ് എന്നായിരുന്നു പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സുജൂദ് ചെയ്യുന്നതായി കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നോടെന്തിന്, വളരെ ചെറിയൊരു പ്രായമായിരുന്നല്ലോ, അപ്പോൾ എന്നോടെന്തിന് ഇവരൊക്കെ സുജൂദ് ചെയ്യുന്നു എന്നുള്ള വളരെ വലിയൊരു സർപ്രൈസിങ് ഫാക്ടറായിട്ടായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാമിനോട് അത് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യാക്കൂബ് അലൈഹിസ്സലാം മകനോട് അഡ്വൈസ് നൽകുകയാണ്. നീ നിൻ്റെ സഹോദരന്മാർക്ക് ഇതൊന്നും വിവരിച്ച് കൊടുക്കാൻ പോകണ്ട. കാരണം അവർക്കിത് ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും കുതന്ത്രങ്ങൾ നിൻ്റെ മേൽ പ്രവർത്തിച്ചേക്കും. അത് എന്തുകൊണ്ടാണ്? ശൈത്താൻ അവർക്ക് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും എന്നുകൂടി കൂട്ടി പറയുന്നുണ്ട് അല്ലേ. അത് അവരുടെ ക്യാരക്ടർ ഫോൾട്ടായിട്ടല്ല പറയുന്നത്, അത് ശൈത്താനിൻ്റെ ഒരു പ്രേരണ മുഖേന മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണെന്ന് കാണിക്കുകയാണ് അല്ലേ. ഒരിക്കലും ആ ഒരു ഫ്ലോ ആ ബ്രദേഴ്സിലേക്ക് കണക്റ്റ് ചെയ്യുന്നില്ല. മക്കൾക്കിടയിൽ ആ ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെയും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് വളരെ ഷോർട്ടായിട്ടുള്ള 2 ആയാസ് അല്ലേ, 2 ഡയലോഗ് ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ ജീവിതത്തിൽ നമുക്ക് പകർത്താനുണ്ട്, പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിൻ്റെ പണിയാണല്ലോ. നമുക്കറിയാം, ഓൾറെഡി യൂസുഫ് അലൈഹിസ്സലാമിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നാച്ചുറലി വളരെ ഒബീഡിയൻറ്റും അനുസരണയും വിനയവും ഒക്കെ ഉള്ളൊരു മകനായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാം യാക്കൂബ് അലൈഹിസ്സലാം തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ സഹോദരന്മാർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും, അവരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വാപ്പ പറയുകയാണ് മകനോട്, നീ ചെന്ന് പറയാൻ നിൽക്കണ്ട. ഉപദേശം നൽകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അത് വേറൊരു മകനെ അല്ലെങ്കിൽ മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല അല്ലേ. അവരങ്ങനെ ചെയ്തേക്കാം. എന്തുകൊണ്ടാണ്? ശൈത്താനിലേക്കാണ് ആ ഒരു തെറ്റിനെ ചേർക്കുന്നത്, ഒരിക്കലും അവരുടെ സ്വഭാവത്തിലേക്കല്ല. അതിനുശേഷം നമുക്ക് ഇനി വരുന്ന ആയത്തിലും കാണാൻ കഴിയും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയും ആ സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ തന്നെ റബ്ബ് യൂസുഫ് അലൈഹിസ്സലാമിന് ഉയർന്ന പദവികൾ നൽകി അനുഗ്രഹിക്കുമെന്നും, പിന്നെ സ്വപ്ന വാർത്തകളുടെയും അല്ലെങ്കിൽ സംഭാഷണത്തിൻ്റെയും അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും വ്യാഖ്യാനം ചെയ്യാനുള്ള വിജ്ഞാനങ്ങൾ, ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി യൂസുഫ് അലൈഹിസ്സലാമിനെ അനുഗ്രഹിക്കുമെന്നുള്ള വാർത്തയും, എങ്ങനെയാണോ ഇതിനു മുന്നേ ഉള്ള പിതാക്കന്മാരെ അള്ളാഹു അനുഗ്രഹിച്ചത്, അവരുടെ മേൽ കൊടുത്ത നിഅമത്ത്, ആ നന്മ യൂസുഫ് അലൈഹിസ്സലാമിലൂടെയും പൂർത്തീകരിക്കുമെന്നും അതിലൂടെ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിന് ഒരുപാട് നന്മയുണ്ടാവുമെന്നൊക്കെ യാക്കൂബ് അലൈഹിസ്സലാം വരുന്ന ആയത്തുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അഡ്വൈസ് യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാം നൽകുന്നതിൽ നിന്ന് നമുക്കുള്ളൊരു വലിയൊരു പാഠമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയേണ്ടതില്ല അല്ലേ. നമ്മൾക്ക് ഒരു അനുഗ്രഹം അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറച്ചു വെക്കുക, അത് ലഭിക്കുന്നത് വരെയെങ്കിലും. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നതിൽ രഹസ്യത പാലിച്ച് സഹായം തേടൂ. കാരണം അനുഗ്രഹം ലഭിക്കുന്ന ഓരോരുത്തരെയും ആളുകൾ അസൂയപ്പെടുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിഅമത്ത് വരാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ കാലം കാത്തു നിന്നിട്ട് ഒരാൾ പ്രഗ്നൻ്റായി, അല്ലെങ്കിൽ
അല്ലാതെയും പ്രഗ്നൻ്റായി. ചിലപ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് ഒരുപാട് മക്കളിലൂടെ ആയിരിക്കും അനുഗ്രഹിക്കുന്നത്. പല അനുഗ്രഹങ്ങളാണല്ലോ അള്ളാഹ് പലർക്കും കൊടുക്കുക. എല്ലാവർക്കും ഒരേപോലത്തെ അനുഗ്രഹങ്ങളല്ല. നമ്മളും എപ്പോഴും നമുക്കില്ലാത്ത അനുഗ്രഹങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ കപ്പാസിറ്റിയിലുള്ള നമുക്ക് ഏറ്റവും ഉചിതമായ അനുഗ്രഹങ്ങൾ അള്ളാഹ് എപ്പോഴും നൽകുന്നുണ്ട്. അതും നമ്മളെപ്പോഴും കാണാതെ പോകും അല്ലേ. അപ്പോൾ ചിലവർക്ക് അള്ളാഹ് ധാരാളം മക്കളെ നൽകുമായിരിക്കും, ചിലർക്ക് വലിയ വലിയ കരിയർ ഗ്രോത്ത് നൽകുമായിരിക്കും, ചിലർക്ക് ഒരുപാട് ഇൽമ് നൽകുമായിരിക്കും, ചിലർക്ക് പഠിപ്പിക്കാനുള്ള കഴിവ് നൽകുമായിരിക്കും. അങ്ങനെ പല പല കഴിവുകളാണല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നിഅമത്ത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിൻ്റെ വാർത്ത നിങ്ങൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൂചന കിട്ടുമ്പോൾ അതപ്പം തന്നെ എല്ലാവരോടും പറയുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അതൊക്കെ ഒരുപാട് ഫിത്നകൾക്ക് കാരണമാവും. അത് നമുക്ക് ആ അനുഗ്രഹം ചിലപ്പോൾ നമ്മളിലേക്ക് ചേരാതെ ഇരിക്കാനും അതൊരു കാരണമാവും, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷ്മത പാലിക്കണം എന്നുള്ള വലിയൊരു പാഠമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആ ഒരു രഹസ്യം കീപ്പ് ചെയ്യേണ്ട അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഈ ഒരു ആയത്ത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം എല്ലാവരോടും പറയാൻ പറ്റില്ല അല്ലേ. നമുക്കറിയില്ല ആരുടെ മനസ്സിലാണ് ഒരു അസൂയ ഉള്ളതെന്നോ നമ്മളോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെന്നോ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഏത് രീതിയിലാണ് നമുക്ക് ഷെറ് വരിക എന്ന്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ വയ്ക്കൽ എപ്പോഴും അനിവാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ അനുഗ്രഹങ്ങളെ മറച്ചു വെച്ച് കുറേ കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് പറയാനുള്ള മനസ്സും ധൈര്യവും ഒക്കെ വരുമ്പോൾ അവർ പറയുമ്പോൾ ഒരിക്കലും നമ്മളതൊരു ഒഫൻസായിട്ട് എടുക്കരുത്. എന്തുകൊണ്ട് എന്നോട് മാത്രം നീ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോഴാണോ പറയണേ, ഇത്രയും കാലം എന്തേ പറഞ്ഞില്ല എന്നൊക്കെ ഓർത്ത് അതൊരിക്കലും അതിൻ്റെ പേരിലൊരു അവരായിട്ട് മിണ്ടാതിരിക്കുകയോ അവരായിട്ട് പിണങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുകയൊന്നും ചെയ്യാതിരിക്കാൻ നമ്മളും ശ്രമിക്കണം. കാരണം ഓരോരുത്തർക്കും അവരുടെ പ്രൈവസി ഉണ്ടല്ലോ അല്ലേ. എല്ലാവരും ആഗ്രഹിക്കണത് എന്താണ്, അവരുടെ അനുഗ്രഹങ്ങളെ അള്ളാഹു സംരക്ഷിക്കണമെന്നാണ് അല്ലേ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അത് പറ്റിപ്പോരുതേ എന്നുള്ള മുൻകരുതൽ അവരെടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഒരിക്കലും ഒരു ഒഫൻഡഡ് ഫീലിംഗ് വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തി നമ്മളോട് പറഞ്ഞില്ല എന്നൊക്കെയുള്ള ആ ഒരു പരിഭവമൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നമ്മളും ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഇതിന് മുമ്പത്തെ ആയത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹദീസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതാണ് ഈ ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു, നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങൾ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്, എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. അപ്പം നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള നമുക്ക് നല്ലത് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അത്രക്കും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് മാത്രം നമ്മൾ ആ കാര്യം വേണമെങ്കിൽ പറയാം. ഇനി ദുസ്വപ്നമാണ് കാണുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അനിഷ്ടകരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വപ്നമാണ് കാണുന്നതെങ്കിലോ അത് ആരോടും പറയാതിരിക്കുക. കാരണം അത് ശൈത്താനിൽ നിന്നുള്ള സ്വപ്നമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ട് എണീക്കുകയാണ്, പേടിച്ച് എണീക്കുകയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് 3 തവണ തുപ്പണം. തു 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 അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ കാർപ്പിച്ച് തുപ്പുക അല്ലെങ്കിൽ ഫുൾ തുപ്പലും തുപ്പിക്കളയാനൊന്നുമല്ല. ആ ഒരു പിശാചിനോടുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും നമ്മൾ എന്ത് സ്വപ്നമാണോ കണ്ടത് അതിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുകയും ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്നും ശരണം തേടുക. പറ്റുമെങ്കിൽ എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഏത് സൈഡിലാണോ നമ്മൾ ഉറങ്ങിയത് ആ സൈഡിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങുക എന്നും കൂടി വേറെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് കാണാവുന്ന മെയിൻ പാഠങ്ങളാണ് ഇതെല്ലാം അല്ലേ. വ്യക്തമായ ശത്രുവായ ശൈത്താൻ മനുഷ്യരുടെ ഇടയിൽ അസൂയയും വിദ്വേഷവും വളർത്തും, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ. എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും പറയേണ്ടതില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. അസൂയയും പകയും വളരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അതാണ് യാക്കൂബ് അലൈഹിസ്സലാം ചെയ്തതല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. കാരണം അസൂയ എന്നുള്ളൊരു ഫീലിംഗ് അത് ആർക്കായാലും വരാവുന്നൊരു ഫീലിംഗാണ്. അപ്പോൾ നമ്മളായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഇനി നമുക്കാണ് അങ്ങനെ വരുന്നതെങ്കിലോ, അള്ളാഹുവിൽ നമ്മൾ ശൈത്താനിൽ നിന്ന് ശരണം തേടുക. കാരണം ശൈത്താൻ അങ്ങനത്തെ ചീത്ത ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ ഈ ചെറിയ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചല്ലേ. അതിൽ വലിയൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഫാദർ എങ്ങനെയായിരിക്കണം, ഒരു നല്ല പിതാവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് യാക്കൂബ് അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തരികയാണ്. അത് പിതാവെന്നില്ല, നമ്മളൊരു മദർ എന്നുള്ള രീതിയിലും നമുക്ക് നമ്മളെ മക്കളോട് എങ്ങനെയായിരിക്കും പെരുമാറേണ്ടത്, നമ്മൾ എന്തൊക്കെ രീതിയിൽ അവരെ സമീപിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരോട് സംസാരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു 2 ആയത്തിലൂടെ നമുക്ക് പഠിക്കാനാവുന്നതാണ്. ഒന്ന്, സ്നേഹവും അടുപ്പവും അല്ലേ. ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മക്കളോട് പ്രകടിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അവരോട് പറയണം നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല അല്ലേ, അവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അവരോട് പ്രകടിപ്പിക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉമ്മം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഇതെല്ലാം സ്നേഹപ്രകടനങ്ങളിൽ പെട്ടതാണ് അല്ലേ. ആ ഒരു അടുപ്പം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. അവർക്ക് എന്തും നമ്മളോട് വന്ന് പറയാൻ പറ്റുമെന്നുള്ള ആ ഒരു അടുപ്പം. പൂർണ്ണ മനസ്സോടുകൂടി കേൾക്കുന്ന പിതാവ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മിക്കപ്പോഴും നമ്മൾ പറയും വേഗം പറഞ്ഞു തീർക്കാവോ. നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആവും അല്ലേ. അവരുടേതായ ശൈലിയിലായിരിക്കും പറയണത്. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. അവർക്കത് അവരുടെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റേജിൽ അവർക്കത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ അവർ പറയുമ്പോൾ എന്ത് തന്നെ കാര്യമായാലും നമ്മളത് വളരെ അറ്റൻറ്റീവായിട്ട്, മൈൻഡ്ഫുള്ളായിട്ട്, വളരെ ഫുൾ ലിസണിങ് ഇയേഴ്സായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ജ്ഞാനവും വിവേകവും. അപ്പം ഇത് നമ്മൾ പഠിക്കണം അല്ലേ. നമുക്ക് ഇൽമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ വിവേകം പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് ഇതാണ് ശരി തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാനോ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതിന് നമ്മളും മാറണം, നമ്മൾ പഠിക്കുകയും ചെയ്യണം. സംരക്ഷണം, മുൻകരുതലുള്ള പിതാവ്. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്താണോ ആപത്ത്, എന്താണോ ഷെറെന്നൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മുടെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് അവരുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതെല്ലാ രീതിയിലും. മൃദുവായ ഉപദേശം. അപ്പോൾ ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നത് വളരെ സോഫ്റ്റായിട്ടാണ് അല്ലേ. സഹോദരന്മാരോട് പറയണ്ട, കാരണം വേറൊന്നുമല്ല, ശൈത്താൻ നമ്മുടെ സ്പഷ്ടമായ ഒരു എനിമിയാണ്, വെരി ക്ലിയർ എനിമി, മാനിഫെസ്റ്റ് എനിമി. അതുകൊണ്ട് ശൈത്താൻ പ്രവർത്തിച്ചേക്കും, അതുമൂലം അവരെന്തെങ്കിലും കെണികൾ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് പോയി പറയണ്ട എന്നുള്ള മൃദുവായ രീതിയിലുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. അതും എന്ത് വിളിച്ചിട്ടാണ് അഡ്രസ്സ് ചെയ്യണത്? യാ ബുനയ്യ, വളരെ സ്നേഹത്തോടു കൂടി അല്ലേ, എൻ്റെ കുഞ്ഞു മോനെ. ഇങ്ങനെയൊക്കെ നമുക്കും നമ്മുടെ മക്കളോടും നമ്മളെ മാതാപിതാക്കളോടും സംസാരിക്കാൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. രഹസ്യ സംരക്ഷണവും വിവേകവും പഠിപ്പിക്കൽ. അപ്പം ഒരു രഹസ്യം സൂക്ഷിക്കണത് എത്ര ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ കാരണം വിശദീകരിക്കൽ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷേ നമുക്ക് മിക്ക കാര്യങ്ങളുടെയും എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാരണം അന്വേഷിക്കുന്നത് പോലെ തന്നെ
അവരുടെ ചെറിയ മനസ്സിലുണ്ടാവും, പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തിനു ഞാനത് ചെയ്യണം, എന്തേ ഞാനിങ്ങനെ ചെയ്താൽ, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ, എല്ലാത്തിനൊന്നും പറ്റില്ലെങ്കിലും അവർക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് ഒരു നല്ലൊരു ആൻസർ പറയാൻ ശ്രമിക്കണം. ഭയമല്ല വിവേകമാണ് പഠിപ്പിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാമിന് സ്വപ്നം കേട്ടപ്പോഴേ മനസ്സിലായി ഇത് വലിയൊരു പദവിക്ക്, ഒരു നുബുവത്തിൻ്റെ അടയാളമായിട്ട് ഒക്കെയാണ് ഇതിൻ്റെ സൂചന ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിനി വരുന്ന ആയത്തിൽ കാണാൻ കഴിയും യാക്കൂബ് അലൈഹി സ്വലാം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ഒരിക്കലും യാക്കൂബ് അലൈഹി സ്വലാം മകനോട് പറയുന്നില്ല, അള്ളാഹ് ഹാസ് ചോസൻ യു, അള്ളാഹ് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രത്യേകമായ രീതിയിൽ തന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇതിലൂടെ നിനക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരുപാട് അള്ളാഹ് പരീക്ഷിക്കും നിന്നെ. എല്ലാ നബിമാർക്കും ഒരുപാട് പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നീ റെഡി ആയിക്കോ. അങ്ങനെയൊന്നും അല്ല പറയുന്നത് അല്ലേ. നമ്മൾ മിക്കപ്പോഴും പറയും ഓക്കെ ചെയ്തൊക്കെ ശരി തന്നെ, പക്ഷേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നം നമ്മളും. അപ്പോൾ പേടി വളർത്താതെ വെറുതെ മുൻകരുതൽ കൊടുക്കുക, ഉപദേശം കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. അവരെ അങ്ങനെ ഒരുപാട് പേടിപ്പെടുത്താതിരിക്കുക. ഭീതിയല്ല നൽകേണ്ടത് അല്ലേ, ഒരു ഹോപ്പാണ് നൽകേണ്ടത്. പിന്നെ ആവശ്യമില്ലാതെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഷോർട്ടായിട്ട് അഡ്വൈസ് കൊടുക്കാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ശൈത്താൻ്റെ സ്വാധീനം ബോധിപ്പിക്കൽ. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. ശൈത്താൻ എല്ലാ കിട്ടണ ചാൻസും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. എല്ലാ രീതിയിലും എല്ലാ വശത്തു നിന്നും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചെറിയൊരു രീതിയിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു അസൂയയോ കുശുമ്പോ കിബറോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തി വലുതാക്കാൻ കഴിവുള്ളവനാണ് ഈ ശൈത്താൻ. ഒരിക്കലും നമ്മൾ ശൈത്താൻ്റെ കഴിവിനെ നിസ്സാരപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. പക്ഷേ ഈ ശൈത്താനിൽ നിന്ന് നമ്മൾക്ക് എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹ് സുബ്ഹാനഹു വ തആലയിൽ ശരണം തേടുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശൈത്താൻ്റെ ആ ഒരു ഇടപെടൽ നമുക്ക് എപ്പോഴാണോ ഫീൽ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ, എന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ള വസ്വാസമോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സോ, നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ചേഞ്ചസിലൂടെ നമ്മൾ ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുക അല്ലേ. നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല എന്താ നമുക്കിങ്ങനെ ഫീൽ ചെയ്യണമെന്ന്. ആ ഒരു അവസ്ഥകളിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ കൈവിട്ട് കൊടുക്കാതെ നമ്മൾ അള്ളാഹുവിൽ ശരണം തേടിയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ മനസ്സിന് വെറുതെ ഇരുന്ന് സമയം കളയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശൈത്താൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരുപാട് പ്രവർത്തിക്കും. അള്ളാഹുവിൻ്റെ കലാമിലേക്കും നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപയോഗപ്രദമായിട്ടുള്ള ഇൽമിലേക്കും കാര്യങ്ങളിലേക്കും മാത്രം നമ്മൾ നമ്മുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുക. അപ്പോൾ ഈ ശൈത്താനും അത്രയധികം നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള ഇത്രയും നല്ല ഗുണപാഠങ്ങളാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കോൺവെർസേഷനിൽ നിന്ന് ലഭിക്കുന്നത്. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. അപ്രകാരം നിൻ്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്,
നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരികയും ചെയ്യും. നിൻ്റെ മേലും യാക്കൂബിൻ്റെ കുടുംബത്തിൻ്റെ മേലും അവൻ്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിൻ്റെ 2 പിതാക്കൾ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും മേൽ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ നിശ്ചയമായും നിൻ്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം. വകദാലിക അപ്രകാരം, അപ്രകാരം തന്നെ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. യജ്തബീക നിന്നെ തിരഞ്ഞെടുക്കും, പ്രത്യേക തിരഞ്ഞെടുക്കൽ. റബ്ബുക നിൻ്റെ റബ്ബ്. വയുഅല്ലിമുക നിന്നെ അവൻ പഠിപ്പിക്കുകയും ചെയ്യും. മിൻ തഅ്വീലിൽ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ പൊരുളിൽ നിന്നും. അൽ അഹാദീസ് വർത്തമാനങ്ങളുടെ, സ്വപ്ന വാർത്തകളുടെ. വയുത്തിമ്മു അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. നിഅമതഹു അവൻ്റെ അനുഗ്രഹത്തെ. അലൈക നിൻ്റെ മേൽ. വഅല ആലി കുടുംബത്തിൻ്റെ മേലും. യാക്കൂബിൻ്റെ. കമാ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ. അല അബവൈക നിൻ്റെ 2 പിതാക്കളുടെ മേൽ. മിൻ ഖബ്ലു മുമ്പ്. ഇബ്രാഹീമിൻ്റെ. ഇസ്ഹാഖിൻ്റെയും. ഇന്ന റബ്ബക നിശ്ചയമായും നിൻ്റെ റബ്ബ്. അലീമുൻ സർവജ്ഞനും. ഹക്കീമുൻ അഗാധജ്ഞനും അല്ലെങ്കിൽ യുക്തിമാനുമാകുന്നു. വകദാലിക യജ്തബീക റബ്ബുക അല്ലേ. വകദാലിക അപ്രകാരം. അപ്പോൾ ഇവിടെ ഈ അപ്രകാരം എന്നുള്ള പദം എന്തുകൊണ്ടാണ് വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയൊരു മകനായിരിക്കെ തന്നെ, വളരെ ചെറിയൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ കൊടുത്ത ഒരു മഹത്തായ സ്വപ്നം, അത് കാണാനുള്ള കഴിവും ആ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ കൊടുത്തത്, അപ്പോൾ എങ്ങനെയാണോ യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്തത്, അതുപോലെ തന്നെ ഇനിയും ഉയർച്ചകളിലേക്ക്, വളരെ ഉന്നതമായ ദൗത്യത്തിലേക്കും പദവികളിലേക്കും കഴിവുകൾ തന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും തിരഞ്ഞെടുക്കും എന്നാണ് യാക്കൂബ് അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്. യജ്തബീക എന്നുള്ള വാക്ക് നമുക്ക് നോക്കാം. യജ്തബീക എന്നുള്ള വാക്കിൻ്റെ റൂട്ട് വേർഡ് വന്നത് ജബയ ആണ്. ജീം ബ യ എന്നുള്ള അക്ഷരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് യജ്തബീക. അപ്പോൾ ജബയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ചതിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ശുദ്ധമാക്കുക എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ യജ്തബീക റബ്ബുക എന്ന് പറഞ്ഞാലോ, യജ്തബീക റബ്ബുക എന്ന് പറയുമ്പോൾ നിൻ്റെ റബ്ബ് നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നബിയായി അല്ലേ. നബി ആ നുബുവത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെയോ ബാക്കി സഹോദരന്മാരിൽ നിന്നൊക്കെ പ്രത്യേകമായ നിലയിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ മാത്രം ഉയർത്തുന്നു. അല്ലെങ്കിൽ വിജ്ഞാനം നൽകി, സ്വപ്ന വ്യാഖ്യാനം ചെയ്യാനുള്ള കഴിവ് പഠിപ്പിച്ചു കൊടുത്ത്, നന്മ നൽകി, ശുദ്ധ സ്വഭാവം നൽകി, ഭംഗി സൗന്ദര്യം നൽകി ഒക്കെ ഉയർത്തുക. പിന്നെ വരാതിരിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വഭാവത്തിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആണെന്നും ഒക്കെ ഇതിന് സൂചനയുണ്ട്. അതൊക്കെ അതിലെല്ലാത്തിലൂടെ സഞ്ചരിച്ച് വലിയൊരു പദവിയിലേക്ക് എത്തിക്കുകയും വളരെ ഉന്നതമായ ഒരു പദവിയിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം എത്തിക്കും എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് ഇവിടെ യജ്തബീക റബ്ബുക സ്പെഷ്യലായിട്ടുള്ള ഒരു ചൂസിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇറ്റ് ഓൾസോ ഷോസ് ഇപ്പം ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം എന്നിവരുടെ പാരമ്പര്യത്തിലെ തിരഞ്ഞെടുത്ത വ്യക്തിയായി യൂസുഫിനെ ഉയർത്തുന്നു. അപ്പോൾ ഇത്രയും മക്കളുണ്ടായിട്ടും ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ, ആ ഒരു മഹത്തായ വംശാവലി നിലനിർത്താൻ, യൂസുഫ് അലൈഹിസ്സലാമിലൂടെ പൂർത്തീകരിക്കാൻ ആ നന്മ, ആ നുബുവത്ത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രത്യേകമായ തിരഞ്ഞെടുക്കൽ. തഅ്വീലിൽ അഹാദീസ്.
അപ്പോൾ ഈ തഅ്വീലുൽ അഹാദീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ വേർഡ് അനാലിസിസ് ചെയ്യാം നമുക്കിനി. അപ്പോൾ തഅ്വീൽ എന്നുള്ള പദം അലിഫ് വാവ് ലാം അവൽ, ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് മടക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അവസാന ഫലത്തിലേക്ക് എത്തുക, തിരികെ അതിൻ്റെ ഉറവിടത്തിലേക്ക് പോവുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണത്. അപ്പോൾ ഇവിടെ തഅ്വീൽ എന്ന് പറയുമ്പോൾ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തിരിച്ചറിയുന്നതിനാണ് തഅ്വീൽ എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് മടക്കി കൊണ്ടുപോവുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിൻ്റെ ട്രൂ മീനിങ് എന്താണ്, അതിൻ്റെ റൂട്ട് കോസ്, വാട്ട് ഈസ് ദി ബേസിക് എന്താണ് അണ്ടർലൈയിങ് മീനിങ്, ഒരു സംഭവത്തിൻ്റെ ഫലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണുക, അല്ലെങ്കിൽ ഒരു വാക്ക്, സ്വപ്നം, സംഭവം തൻ്റെ ഏറ്റവും ശരിയായ യഥാർത്ഥ അർത്ഥത്തിൽ എത്തുക എന്നൊക്കെയാണ് ഈ ഒരു തഅ്വീൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അൽ അഹാദീസ്, ഇനി അഹാദീസ് എന്ന് പറയുന്നത് ഹദസ എന്നുള്ള മൂലപദത്തിൽ നിന്നാണ്. സംഭവം, സംഭാഷണം, വാർത്ത, സ്വപ്നം, കഥ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഹദസ. അപ്പോൾ ഇവിടെ അൽ അഹാദീസ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സംഭവങ്ങൾ ആവാം, ജീവിത സംഭവ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, റുയ, അതിനെക്കുറിച്ചും ആവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തഅ്വീലുൽ അഹാദീസ് എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ സംഭാഷണങ്ങളുടെ, ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുടെ യഥാർത്ഥ അർത്ഥവും അവയുടെ അന്തിമ ഫലവും കണ്ടെത്തുന്ന അറിവ്, അതാണ് യൂസുഫ് അലൈഹിസ്സലാമിന് ലഭിച്ച പ്രത്യേക കഴിവിനെ, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന് ലഭിച്ച ആ ഒരു പ്രത്യേക കഴിവിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പഠിപ്പിക്കുക ചെയ്യുമെന്ന് ഇവിടെ പറയുന്നത്. വയുതിമ്മു നിഅമതഹു അലൈക്, നിൻ്റെ മേൽ അവൻ്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. അള്ളാഹു എന്ത് അനുഗ്രഹമാണോ, എന്ത് നിഅമത്താണോ യൂസുഫ് അലൈഹിസ്സലാമിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മേൽ അള്ളാഹ് പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ നന്മ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും യാക്കൂബ് അലൈഹിസ്സലാമിനൊക്കെ ലഭിച്ച ആ ഒരു നുബുവത്ത്, ആ ഒരു നബി, ആ ഒരു പ്രവാചകൻ എന്നുള്ള പദവി, അതിലൂടെയുള്ള നന്മകളും മഹത്വവുമെല്ലാം യൂസുഫ് അലൈഹിസ്സലാമിനും നൽകും. പിന്നെ ജീവിതത്തിൽ അവസാനം ആ ഒരു ഈജിപ്തിലുള്ള അധികാര പദവി അല്ലേ, ആ ഒരു മിനിസ്റ്ററിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ, പിന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന ഈ വഞ്ചിക്കുന്ന ആ ഒറ്റപ്പെടുത്തിയ സഹോദരന്മാർ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, യൂസുഫ് അലൈഹിസ്സലാമിനെ അത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അവസാനം, അതെല്ലാനുമാണ് ഇവിടെ നിഅമതഹു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. വഅല ആലി യഅകൂബ കമാ അതമ്മഹ അല അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വ ഇസ്ഹാഖ്. അപ്പോൾ ഈ ഒരു യൂസുഫ് അലൈഹിസ്സലാമിനെ പ്രോഫറ്റായിട്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെയും യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുക്കുന്ന അനുഗ്രഹത്തിലൂടെ അത് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ മേലും വലിയൊരു അനുഗ്രഹവും നന്മയുമായി തീരും. അതിലൂടെ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിന് ഉദ്ദേശിക്കുന്ന നന്മയും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുകയാണ് യൂസുഫ് അലൈഹിസ്സലാമയോട് കൂടെ. അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വംശത്തെ തിരഞ്ഞെടുത്ത വംശമാക്കി മാറ്റുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, പിന്നെ യൂസുഫ് അലൈഹിസ്സലാം എല്ലാവരും നബികളാകുന്നു അല്ലേ, ഉന്നത സ്ഥാനങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക നന്മ അവരുടെ മേലെല്ലാവരും ഉണ്ട്. ഈ നബികളുടെ പാരമ്പര്യം യൂസുഫിലേക്കും പകർത്തപ്പെടുന്നതാണ്. ഈ ഒരു ഭാഗം സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പഠിച്ച പാഠങ്ങളിൽ മാതാപിതാക്കൾക്കുള്ള നന്മ അവർ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നന്മ അത് മക്കളിലേക്കും പ്രതിഫലിക്കും. അള്ളാഹു അത് അവരിലൂടെയും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും.
അപ്പോൾ നമ്മളും അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിലുള്ള നന്മയും നമ്മൾ എത്രത്തോളം ദീനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നോ, അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നോ, നമ്മളെ മക്കളെയും അതുപോലെ വളർത്താൻ ശ്രമിച്ചാൽ അള്ളാഹു അത് തീർച്ചയായിട്ടും അവരിലൂടെയും അത് തുടർന്ന് കൊണ്ടുപോകും. തലമുറകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ആയത്തിൻ്റെ അവസാനത്തെ റബ്ബ് പറയുന്നത് എന്താണ്? ഇന്ന റബ്ബക അലീമുൻ ഹക്കീം. അപ്പോൾ ഇത് യാക്കൂബ് അലൈഹിസ്സലാം മകനോട് പറയുന്നതാണ് അല്ലേ. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, നിൻ്റെ റബ്ബ് എല്ലാം അറിയുന്നവനും അവൻ ചെയ്യുന്ന ഓരോ തീരുമാനത്തിലും പൂർണ്ണ ജ്ഞാനവും ഹിക്മത്തും ഉള്ളവനാണ് അല്ലേ. അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായി അറിയുന്നവൻ, എല്ലാത്തിൻ്റെ മേൽ അറിവുള്ളവൻ, ഏത് കാര്യത്തിൻ്റെയും ചെറുതും വലുതുമായ വിശദാംശങ്ങൾ മുഴുവനായി സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ് അലീമിൻ്റെ അർത്ഥം. അൽ അലീം. അൽ ഹക്കീം ആണെങ്കിലോ അനന്തമായ ജ്ഞാനത്തോടെയും ഹിക്മത്തോടെയും തീരുമാനങ്ങൾ എടുക്കുന്നവൻ, ഒരു കാര്യവും വൃഥ ചെയ്യാത്തവൻ. അപ്പോൾ എല്ലാത്തിനും ഒരു ഡീപ്പർ മീനിങ് ഉണ്ട്. നമുക്ക് മിക്കപ്പോഴും മനസ്സിലായെന്ന് വരില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പൂർണ്ണ ഹിക്മത്തോടു കൂടി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ എപ്പോൾ സംഭവിക്കണം, എന്ത് സംഭവിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആ ഒരു കഴിവിലാണുള്ളത്, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവനായ അള്ളാഹു, പൂർണ്ണമായിട്ടുള്ള ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹു, അതെപ്പോഴാണോ ഓരോ കാര്യങ്ങളും നടക്കേണ്ടത് ആ സമയത്തിൽ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള സമയത്തിൽ തന്നെ ആ കാര്യങ്ങൾ നടക്കുമെന്നും കൂടി ഇവിടെ സൂചന നൽകുന്നുണ്ട്. لقد كان في يوسف وإخوته آيات للسائلين. لقد كان في يوسف وإخوته آيات للسائلين. തീർച്ചയായും യൂസുഫിനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം. ലഖദ് കാന, നിശ്ചയമായും ഉണ്ടായിട്ടുണ്ട്. ഫി യൂസുഫിലും വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും ആയാത്ത്, പല ദൃഷ്ടാന്തങ്ങളും, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചോദിച്ചന്വേഷിക്കുന്നവർക്ക്. ഇവിടെ അള്ളാഹു ആർക്കാണ് ദൃഷ്ടാന്തമാണെന്ന് പറയുന്നത്? പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലിസ്സായിലീൻ, ചോദിച്ചന്വേഷിക്കുന്നവർക്ക് വേണ്ടി അല്ലേ. ചോദിച്ച് മനസ്സിലാക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് ഈ കഥയിൽ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരുടെയും കഥയിൽ ചോദിച്ചന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലേ. അപ്പോൾ ആരാണ് ഈ സായിലീൻ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആയാത്ത് എന്നുള്ള വാക്കിൻ്റെ റൂട്ട് വേർഡ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അലിഫ് യ എന്നുള്ള വാക്കിൽ നിന്നാണ്. തെളിവ്, അടയാളം, പാഠം, വ്യക്തമായ സൂചന എന്നൊക്കെ അർത്ഥം വരുന്നതിന്. ലിസ്സായിലീൻ എന്നുള്ള പദത്തിന് ആ പദം ഉത്ഭവിക്കുന്നത് സഅല എന്നുള്ള റൂട്ട് വേർഡിൽ നിന്നാണ്, മൂലപദത്തിൽ നിന്നാണ്. ചോദിക്കുക, അന്വേഷിക്കുക, അറിവിനായി സമീപിക്കുക എന്നൊക്കെയാണ് സഅല എന്നുള്ള പദത്തിൻ്റെ അർത്ഥം വരുന്നത്. ലിസ്സായിലീൻ, ഈ സായിലീൻ എന്ന് ആരെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്? അറിവും പാഠവും അന്വേഷിക്കുന്നവർ അല്ലേ, ഇൽമ് തേടുന്നവർ, ജീവിതത്തിൽ പകർത്താൻ പറ്റിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വരുന്നവർ, ഹൃദയത്തിന് കരുത്തേകാൻ കഥകൾ ചോദിച്ച സഹാബിമാർ. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ, ഈ സൂറത്തിൻ്റെ അവതരണത്തിന് കാരണമായേക്കാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണിതല്ലേ. മക്കയിൽ പീഡനം വളരെ തീവ്രമായൊരവസ്ഥയിൽ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഥകൾ ആവശ്യപ്പെട്ട് അടുക്കൽ ചെല്ലുന്നതും
മനസ്സിന് ഒരു ഈമാൻ ഉറപ്പിക്കാനും മനസ്സിന് കരുത്തേകാനും ഒക്കെ ആയിട്ട് ചോദ്യം ചോദിച്ച സഹാബിമാർക്ക് വേദനയും ഭാരവും കാരണം മനഃശാന്തി തേടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അല്ലേ, വളരെയധികം തളർന്ന, വളരെ വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പം നബിയുടെ ആ ഹൃദയത്തിനൊരു സ്വാന്തനമേകാനായിട്ട്, ഒരു ആശ്വാസം നൽകാനായിട്ട് സൂറ യൂസുഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് നൽകി അല്ലേ. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരീക്ഷിക്കാൻ ചോദിച്ച മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊരു ഉത്തരമായിട്ട് യൂസുഫ് അലൈഹിസ്സലാമയുടെയും സഹോദരന്മാരുടെയും കഥ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വം കളവാണെന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മുശ്രിക്കീങ്ങളെ വായടപ്പിച്ചുകൊണ്ട് സത്യം തെളിയിച്ചുകൊണ്ട് അതിനുള്ളൊരു ഉത്തരമായിട്ട് ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു.